ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നോക്കാം ഇന്നത്തെ ഗൈഡൻസ് എന്താണ്, ഇന്ന് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. പുറത്ത് ഭയങ്കര കാറ്റാണ്, കർക്കിടക മാസമാണ്. അപ്പോൾ കർക്കിടകത്തിൻ്റെ പ്രത്യേകതയായിരിക്കണം, ശരിക്കും ശക്തമായ കാറ്റുണ്ട്. എപ്പോഴും കാറ്റാണ്, കാറ്റില്ലാത്ത ഒരു സമയം പോലും ഇപ്പോൾ ഇല്ലയെന്ന് തോന്നണു. എനിക്ക് പ്രത്യേകിച്ച് ഈ കാറ്റൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ പക്ഷെ കാർഡൊക്കെ പറന്നു പോവും, അതാണ് ഒരു പ്രശ്നം. അത് നോക്കാം. ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? 2 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾക്ക് 2 കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് 2 കാര്യങ്ങളുണ്ട്. പക്ഷെ ആ 2 കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ഒരു തിരഞ്ഞെടുക്കലിൻ്റെ ഒരു പ്രശ്നം, ഒരു കൺഫ്യൂഷൻ കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം. ഇതിൽ ചില ആൾക്കാർക്ക് ഒരു കരിയർ സംബന്ധമായ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം. ഒന്നുകിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് മാറണം എന്ന് വിചാരിച്ചപ്പോൾ ഒരു പുതിയ ഓഫർ വന്നിട്ടുണ്ടായിരിക്കാം, അതിനെക്കുറിച്ചുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തുടർന്ന് പോകേണ്ടതുണ്ടോ എന്നൊക്കെ വിചാരിച്ചൊരു കൺഫ്യൂഷനാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്ക് ഒരു പ്രൊമോഷൻ വന്ന പോലത്തെ ഒരു എനർജി ഉണ്ട്. നിങ്ങൾ ഒരു സെൽഫ് സഫീഷ്യൻ്റ് ആയ പോലത്തെ ഒരു എനർജി ഉണ്ട് ഫിനാൻഷ്യലി. അപ്പോൾ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറയാം. അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇന്ന് വളരെ ചില ആൾക്കാർക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും, പൈസയുടെ കാര്യത്തിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് കാണുന്നത്. നമുക്കത് മാറ്റി മാറ്റി വെക്കാൻ പറ്റില്ല കേട്ടോ, കാർഡ് പറഞ്ഞു പോകും. ഹയറഫൻ്റ് ആണ്. നിങ്ങൾക്ക് ഇന്ന് മതപരമായ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ കുട്ടികളുടെ മാമോദിസയുമായി സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളുടെ ഒരു ഇത് നടക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമായിരിക്കാം. അങ്ങനെ ഒരു ശരിക്കൊരു ശക്തമായ ഒരു എനർജി ഉണ്ട് കേട്ടോ. മാമോദിസയുമായി സംബന്ധിച്ചൊരു ശക്തമായിട്ടുള്ളൊരു എനർജി ഉണ്ടെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് വിവാഹത്തിൻ്റെ ഒരു എൻഗേജ്മെൻറ്റോ അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം, അതെന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന ആ ഒരു കാര്യം നിങ്ങളത് തുടരുന്ന എന്തോ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്തിരുന്ന ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പം നിങ്ങൾ പഠിക്കാൻ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇത് ഹയറഫൻ്റ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഒരു ടീച്ചറാണ്. അപ്പോൾ ഇതിൽ ഒരു ഭാഗ്യമുണ്ട് കേട്ടോ, നിങ്ങൾ പറയുന്ന വാക്കുകളൊക്കെയും സത്യമാകുന്ന ഒരു സമയം കൂടെയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം. ഇപ്പം ഇത്രയും കാലം തോന്നാത്ത എന്തോ ഒരു കാര്യം അതിനെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ പുതിയ തുടക്കങ്ങളുണ്ട്, ശരിക്കും ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് മുന്നേ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പം നിങ്ങൾ വിചാരിച്ചത് എന്ത് കാര്യത്തിനാണോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നത് ആ ഒരു കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. അതെന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടൊരു മെസ്സേജ് നിങ്ങൾക്ക് വരും. അതുകൊണ്ടായിരിക്കും ഈ ഹയറഫൻ്റ് കണ്ടത്. അപ്പോൾ അതൊരു ഡിവൈൻ ഗൈഡൻസ് പോലെ ഒരു കാര്യം നിങ്ങൾക്ക് വരും. അല്ലെങ്കിൽ നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ഒരു ഗൈഡൻസ് എടുക്കുന്ന ഒരു എനർജി ഉണ്ട്. 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്.
ഇത് നിങ്ങളുടെ പാസ്റ്റിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. മീൻസ് പാസ്റ്റിൽ നിങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളോ ഒക്കെ നിങ്ങളെ റീകണക്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഏറ്റവും സന്തോഷമുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ കുഞ്ഞിലെ നിങ്ങൾ ജീവിച്ച സ്ഥലത്തേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സോ ഒക്കെ നിങ്ങളിലേക്ക് റീകണക്ട് ചെയ്യുന്നു. അങ്ങനെ അവരുമായിട്ട് ചിലപ്പോൾ ഒരു ട്രാവൽ ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ കാണാൻ പോവുകയോ അല്ലെങ്കിൽ അവർ നിങ്ങളെ കാണാൻ വരികയോ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ടൊരു പ്രണയം ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഓർമ്മകൾ നിങ്ങൾക്ക് വരുന്നതുമായിരിക്കാം. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത്. ചില ഓർമ്മകൾ നമ്മളെ വേദനിപ്പിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വന്നിട്ടുള്ള ചില ഓർമ്മകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഹീൽ ചെയ്യാൻ പറ്റാത്ത എന്തോ ഓർമ്മകൾ നിങ്ങളെ അലട്ടുന്നു എന്നാണ് കാണുന്നത്. ഇത് ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഹീലറാണ്. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനേ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് സെൽഫായിട്ട് ഹീൽ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് ഹീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് എല്ലാവർക്കും സഹായിക്കുന്നു, സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആൾറെഡി നമ്മളൊരു ഹീൽഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലാതെ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. പൂർണ്ണമായും നമുക്കാണ് അത് വേണ്ടത് എന്ന് തിരിച്ചറിയുക. ഹീലിംഗ് നമുക്ക് വേണം. അപ്പോൾ അത് മാത്രമല്ല, സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നമുക്കും വേണം. നിങ്ങൾ വലിയൊരു മുറിവും ഹൃദയത്തിൽ വെച്ചിട്ടാണ് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ പോകുന്നത്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക, തിരിച്ചറിയുക. 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത്. ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ചില ആൾക്കാർ, അത് നിങ്ങൾ ചിലപ്പോൾ ഒരു ഡ്രീം കാണുന്നതായിരിക്കാം. ശരിക്കും നിങ്ങൾക്കൊരു ഡിവൈൻ ഗൈഡൻസ് തരുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. നിങ്ങൾ എന്തോ കാര്യം ഭയപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നേരത്തെ ആലോചിച്ചിരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ, നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ നിങ്ങൾ ഉറങ്ങിക്കാണണം. ആ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള സ്വപ്നം കാണേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മോശമായിട്ടുള്ള ആ ഒരു എനർജിയിൽ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്നു, ഒരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയ ആരുടെയോ ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഹോസ്പിറ്റലിൽ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എനർജി ഉണ്ട്. പുറത്തുനിന്ന് മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റാതെ നിങ്ങൾ പുറത്തുനിന്ന് മാത്രം അവരെ നോക്കുന്ന ഒരു എനർജി. അപ്പോൾ അതിലൊരുപാട് പെയിൻ ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്തൊരു ഔളിനെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു എനർജിയാണ് കേട്ടോ. നമ്മൾ ആരും തന്നെ, ഒരു മനുഷ്യരും ഒരേപോലെ ഒരു മുന്നോട്ട് സെയിം സിറ്റുവേഷനിൽ നമ്മൾ മുന്നോട്ട് പോകാറില്ല. തീർച്ചയായിട്ടും നമ്മൾ ഏതവസ്ഥയിലായിരുന്നാലും അതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ കർമ്മ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ജന്മത്തിലും നമ്മൾ ഈ ജന്മത്തിലും ചെയ്ത കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടി വരും. നമ്മൾ ആദ്യം തെറ്റാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ തെറ്റ് ആദ്യം തിരിച്ചറിയുക, സറണ്ടർ ചെയ്ത് കൊടുക്കുക. നമ്മൾ അവരോട് പൂർണ്ണമായും നമ്മൾ ഫോർഗീവ്നെസ് ചോദിക്കുക, നമ്മൾ ക്ഷമ ചോദിക്കണം അവരോട്. മറ്റുള്ളവരോട് നമ്മൾ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ ഒക്കെ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുക. അറിഞ്ഞോ അറിയാതെ തെറ്റ് ചെയ്തു പോയി, ക്ഷമിക്കണം എന്ന് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അവർക്ക് എല്ലാ നന്മകളും വരണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ കർമ്മ റെഡ്യൂസ് ആവും. ഇതിൽ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്കൊരു സ്നേഹത്തിൻ്റെ ഓഫറുമായിട്ട് ഒരാൾ വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുകയും സ്നേഹിക്കുകയും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും
നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പാഷനേറ്റ് ആയിട്ട് വരുന്നു എന്നാണ് കാണുന്നത്. 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പൊ തൊട്ടടുത്ത് വരുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടും എന്നുള്ളതാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മളുടെ ആ കർമ്മ ഒന്ന് റിലീസാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ എത്രയാണോ ദുഃഖിച്ചത്, നിങ്ങൾ എത്രയാണോ വേദനിച്ചത്, അതിന് ഒരു 100 ഇരട്ടി സന്തോഷം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. പക്ഷെ നമ്മൾ ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കുണ്ടായിരിക്കണം. എന്നെൻ്റെ ഈ ഒരു കടങ്ങൾ തീരും, അത് തീരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് നല്ലൊരു കാര്യം തന്നെ സംഭവിക്കും. അത് ക്ഷമയില്ലാതിരുന്ന് കഴിഞ്ഞിട്ട് അത് ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ പാസ്റ്റിൽ ചെയ്തു വെച്ച കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച് തന്നെ തീരുള്ളൂ. നമ്മളുടെ ഈ ഒരു ജന്മത്തിലെ സൽപ്രവർത്തികൾ കൊണ്ടും നമ്മളുടെ ക്ഷമയും സ്നേഹവും ഒക്കെ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ശരിക്കും സഹായിക്കാനൊക്കെ ശ്രമിച്ചു കഴിയുമ്പോൾ നമ്മളുടെ കർമ്മ നമ്മൾ റെഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞ് എപ്പോൾ അത് മാറാൻ ശ്രമിക്കുമോ ആ സമയം മുതൽ നമുക്ക് ഒരു നല്ല കാലം ആരംഭിച്ചു തുടങ്ങും. പക്ഷെ അത് പെട്ടെന്നായിരിക്കില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനകൾ ചെയ്താൽ പോലും നമ്മൾ ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചില പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊരു ലൈഫ് ലോങ് നമുക്കൊന്ന് മാറാൻ പറ്റണം. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്ത കാര്യമല്ല, ഇനി മുന്നോട്ട് മുഴുവൻ കാലവും നമുക്ക് മാറാൻ പറ്റണം, നന്മകൾ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന സന്തോഷങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതെപ്പോഴും മനസ്സിലാക്കുക. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു നീണ്ടു നിൽക്കുന്ന സന്തോഷം കിട്ടും എന്നാണ് കാണുന്നത്. 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും ചിലപ്പോൾ അത്. പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്ക് പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു വീടോ ഒരു വാഹനമോ ഒക്കെ വാങ്ങുന്ന ഒരു എനർജി, ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന ഒരു എനർജി, ഇന്ന് ചിലപ്പോൾ രജിസ്ട്രേഷനൊക്കെ നടക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. വളരെ ഹാപ്പിനെസ് ആണ് കുറേയധികം ആൾക്കാർക്കും. നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ആദ്യ പടി ആണ് ഇതെന്നാണ് ഈ ഒരു സമയം എന്നാണ് കാണുന്നത്. മജീഷ്യനാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് മാജിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ഉള്ളിലെ മാജിക്ക് എത്രമാത്രം നിങ്ങൾക്ക് കഴിവുകളുണ്ട് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് അതിനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പം ഈ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നത് എപ്പോഴും കർമ്മ ക്ലിയർ ചെയ്തിട്ട് മാനിഫെസ്റ്റ് ചെയ്താൽ നമുക്ക് നീണ്ടു നിൽക്കുന്ന സന്തോഷങ്ങൾ കിട്ടും. നമ്മൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വർക്കാവും നമ്മൾ ദൃഢമായി വിശ്വസിച്ചാൽ. അതൊക്കെ കൃത്യമായിട്ടും വരും എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷേ ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഓക്കെയാണ്, അതൊക്കെ ശരിയാണ്, അത് നമ്മൾ വിചാരിക്കുന്നതൊക്കെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അതൊന്നും നീണ്ടു നിൽക്കൂല, അത് മനസ്സിലാക്കുക. നമുക്ക് നീണ്ടു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കർമ്മ ക്ലിയർ ചെയ്യണം. അതിന് നമ്മൾ പാസ്റ്റിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും റിലീസാക്കണം. അതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുറേ നന്മ ചെയ്യുമ്പോൾ നമ്മളുടെ കുറേ കർമ്മയുടെ കുറേ ബാഗേജസ് ഒക്കെ റിലീസാകും, അത് മനസ്സിലാക്കുക. അപ്പം മജീഷ്യനാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ മാജിക്ക് വരും എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എന്ന് കാണുന്നുണ്ട്. 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ ഒരു കാർമിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാജിക് സംഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്ന, നിങ്ങൾക്ക് ഉറക്കം ഇല്ലാതിരിക്കുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അത് ഒരു വ്യക്തിയുമായിട്ടുള്ളതോ ഒന്നിലധികം വ്യക്തികളുമായിട്ടുള്ളതോ ആയിട്ടുള്ളൊരു കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അത് ചിലപ്പം ആ കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതായിരിക്കും. അതിലൊരു മാജിക്ക് വരും എന്നുള്ളതാണ്. അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാകും. പിന്നെ കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പലർക്കും അതൊരു സംശയം ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ ബുദ്ധിമുട്ടിച്ച ആൾക്കാർ ആ ഒരു കർമ്മ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും തിരിച്ചു വരുന്നതാണ് ഒരു കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കൂടുതലും അങ്ങനെയുള്ള റിലേഷൻഷിപ്പാണുള്ളത്. ചിലപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നമ്മളതിൽ പെട്ടുപോകും എന്നുള്ളതാണ്. കാർമിക് റിലേഷൻഷിപ്പ് വരുമ്പോൾ നമുക്ക് അറ്റാച്ച്മെൻറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ആ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടുപോകും. അതിൽ എത്ര പെയിൻ കിട്ടിയാലും നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റൂല. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. അത് മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഹീലാകുന്നു അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നു എന്നൊക്കെയാണ് കാണുന്നത്. നിങ്ങൾ ഹീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം.
ഒരു ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചില ആൾക്കാർക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വിശ്വാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇത് പുറത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി കിട്ടിയെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നിട്ട് ഒരു അടുത്ത നിമിഷം എന്തോ ഒരു പ്രശ്നം എനിക്ക് പറ്റിയിട്ടുണ്ടല്ലോ എന്ന് ചിലപ്പോൾ ചില ആൾക്കാർക്ക് തോന്നും. അത് സൈക്കിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെയാണ്. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ വളരെ സമാധാനത്തിൽ പോയിട്ട് ഒരു മൊമെന്റിൽ എന്തോ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ അതൊരു സൈക്കിക് അറ്റാക്ക് ആയിരിക്കാം. പുറത്തുള്ള എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് മനസ്സിലാകുന്നുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെ ഏറ്റവും സന്തോഷത്തിൽ ഇരുന്നിട്ട് ഒരു സൈക്കിക് അറ്റാക്ക് വന്നു എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട്. അങ്ങനെയാണ് ഡെവിള് പറയുന്നത്. ഫൈവ് ഓഫ് കപ്പിന്റെ എനർജി. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് മൂഡ് ഓഫ് ആയി പോകും. അത് മനസ്സിലാക്കുക. അപ്പം നമുക്കൊരു ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞു ഇതിങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു. അതുകൊണ്ട് അതിൽ കൂടുതൽ നിങ്ങൾ അങ്ങ് ആണ്ട് പോകാതിരിക്കുക. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് പ്രൊട്ടക്ഷൻ എടുക്കുക. നമ്മൾ രാവിലെ നമ്മൾ ഫസ്റ്റ് തോട്ട് ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം ഞാൻ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ്, നെഗറ്റീവായിട്ടുള്ള ഒരു തരത്തിലുള്ള എനർജിയും എന്നെ ഇന്ന് ബാധിക്കുന്നതല്ല, എൻ്റെ വീടിനെയോ എൻ്റെ കുടുംബത്തെയോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയും എന്നെ ഇന്ന് ബാധിക്കൂല എന്ന് അങ്ങനെ വിചാരിച്ചിട്ട് വേണം നിങ്ങളിന്ന് എണീക്കാൻ. പുറത്തുള്ള ഒരു നെഗറ്റീവ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഈ കാർഡ്സ് ഞാനിങ്ങനെ വയ്ക്കുന്നത് കാർഡ് പറന്നു പോകൂട്ടാ, അതുകൊണ്ടാണേ. അങ്ങനെ നിരാശ വരണ്ടെന്നുള്ളതാണ് ഫൈവ് ഫണ്ട്സ്. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ തമ്മിലാകാം, ഓഫീസിലാകാം, നിങ്ങളുടെ വീട്ടിലാകാം. വളരെ ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് ആ ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ ഇതിൽ ഡെവിളും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഛിദ്രശക്തിയുടെ ഒരു പ്രവർത്തനം നിമിത്തം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മൂഡ് ഓഫ് ഒക്കെ വന്ന് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഇറിറ്റേറ്റഡ് ആയി ഒന്ന് വഴക്കൊക്കെ ഉണ്ടാക്കാനുള്ളൊരു തോന്നലുണ്ടാകാം. അതിൽ നിന്ന് നമ്മളൊന്ന് എസ്കേപ്പ് ആകാൻ ശ്രമിക്കുക. നമുക്ക് ഒരു കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന്ന് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ അത് ആദ്യം തിരിച്ചറിയുക. അപ്പം ഇന്ന് നമ്മളൊന്ന് ഇതിനെ തന്നെ അവെയർ ആയിരിക്കണ്ട, പക്ഷേ മനസ്സിലൊന്ന് വെക്കുക. അപ്പം നല്ല പ്രൊട്ടക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവും നിങ്ങൾക്ക് വരില്ല. അപ്പോൾ അത് മാത്രമല്ല, ഇന്നത്തെ ദിവസം നിങ്ങൾ പുറത്ത് നെഗറ്റീവ് ആക്കുന്ന ചില ആൾക്കാരുണ്ട്. നമ്മളെ ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ കാണുന്ന സമയത്തോ ഒക്കെ നമ്മൾ എത്ര ഹാപ്പി ആയിട്ടിരുന്നാലും ഒരു വാക്കുകൊണ്ട് അവർ മൂഡ് ഓഫ് ആക്കി കളയും. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു സംസർഗം ഇന്നത്തെ ദിവസം ഒഴിവാക്കുക. അത് ആര് തന്നെ ആകട്ടെ, ഇന്നത്തെ ദിവസം അവരെ നമ്മളൊന്ന് അകറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഫോൺ വിളിച്ച് നമ്മളെ സന്തോഷം ഇല്ലാതാക്കുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ മുൻപേ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഒന്ന് ഓർമ്മിപ്പിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് തരുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാരെ ഇന്ന് മനഃപൂർവ്വം നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ചില പ്രശ്നങ്ങൾ അത് ശാശ്വതമല്ല, പെട്ടെന്ന് മാറിപ്പോകും. ഇന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് പോലും പെട്ടെന്ന് മാറിപ്പോകുന്നതാണ്. കാരണം അവസാനത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഫാമിലി ആയിട്ട് വളരെ സന്തോഷത്തിൽ സമാധാനത്തിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. 6 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്, വിക്ടറി ആൻഡ് സക്സസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു പൂർണ്ണമായും ഒരു ഹാപ്പി മൂഡിൽ ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഇനി കൃഷ്ണ ഓറക്കിളിൽ നിന്ന് നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് കിട്ടുന്നത് എന്ന് നോക്കാം. പ്രൊട്ടക്ഷനാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് പ്രൊട്ടക്ഷൻ എടുക്കണം. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്. ഇന്നത്തെ ദിവസം ഞാനും എൻ്റെ വീടും എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. ഒരു തരത്തിലുള്ള പുറത്തുള്ള ഒരു എനർജിയും എന്നിലേക്ക് വരുന്നതല്ല. ഞാൻ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് മനസ്സിൽ വിചാരിച്ച് നന്ദി പറയുക. നമ്മൾ ആദ്യം ഇങ്ങനെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തതിന് നന്ദി. അത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാകാം, അല്ലെങ്കിൽ യൂണിവേഴ്സ് ആകാം, അല്ലെങ്കിൽ ഏഞ്ചൽസ് ആകാം. ആരെ വേണോ നിങ്ങൾക്ക് വിളിച്ച് പ്രൊട്ടക്ഷൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.
ശരിക്കും നമുക്ക് ആ ഒരു നമ്മളുടെ ഏറ്റവും വലിയ വിശ്വാസം നമ്മളെ രക്ഷിക്കും എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക, ആ ഒരു സുപ്രീം ലോഡിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് തന്നെയാണ് കാണുന്നത്. ബിലീഫാണ്, ഉറച്ച് വിശ്വസിക്കാൻ തന്നെയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ വിശ്വസിക്കുക, വിശ്വാസം രക്ഷിക്കുമെന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് നിങ്ങൾ ജീവിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളെ എല്ലാ പെയിനും മാറ്റിക്കളയും എന്ന് മാത്രമല്ല, എല്ലാ ഡിഫിക്കൽറ്റീസും പോകുന്നതാണ്. ഈ സമയം തന്നെ ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ലീവ് ഫോർ നൗ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തേക്ക് വിട്ട് കളയാനാണ് ഈ സമയം. അത് നിങ്ങൾ വിട്ട് കളയുക. നിങ്ങൾക്ക് പ്രൊട്ടക്ഷനുണ്ട്. നിങ്ങൾ ഉറച്ച് വിശ്വസിക്കാനാണ് ഇന്നത്തെ ദിവസം ഭഗവാനും നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.